നമസ്കാരം, പൂർണ്ണത്രേശാശരണം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാകുംഭമേള കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കാണ് ശിവ ഉപാസകന്മാര്, അഘോരികൾ, നാഗാസന്യാസികളൊക്കെ. അത് കഴിഞ്ഞ് വന്ന കാലഘട്ടത്തിൽ പലപ്പോഴായിട്ടും പലവരും ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഉപാസന? പരദേവതനെ എങ്ങനെ ഉപാസിക്കാൻ? അപ്പോൾ ഉപാസനയെ കുറിച്ച് പറയണ മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നാമസ്മരണം, ഭജനം, കീർത്തനം, ജപം, തപം, ധ്യാനം, സമാധി എന്ന കാര്യം. നാമത്തെ പലതവണയായിട്ട് സ്മരിക്കുക, ചൊല്ലുക, ഇതിനൊക്കെ നാമസ്മരണം എന്ന് പറയാ. ഭജനം എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തെ നിശ്ചയിച്ചുകൊണ്ട് ഒരു ദേവനെ നിശ്ചയിച്ച് അവിടെ ചെന്ന് സൂര്യോദയം മുതൽ സൂര്യാസ്തം വരെ ആ ദേവനെ സ്മരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഭജിക്കുക എന്നത്. ആ ക്ഷേത്രത്തെ യമനിയമത്തെ അനുസരിച്ചായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. നമ്മൾ ഗുരുവായൂരോ ചോറ്റാനിക്കരൊക്കെ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ കീർത്തനം, സഹസ്രനാമങ്ങള്, ശ്ലോകങ്ങള്, സ്തോത്രങ്ങൾ, പാരായണങ്ങൾ, അതുപോലെ തന്നെ സപ്താഹങ്ങൾ, നവാഹം, ഇതെല്ലാം നാമ കീർത്തനത്തിൽ പോകും. അത് കഴിഞ്ഞാൽ ജപമാണ്. നല്ലൊരു ഗുരുവിനെ കണ്ടെത്തിക്കൊണ്ട് ആ ഗുരുവിൽ നിന്ന്, അത് ഗുരു ഉപദേശിക്കണ മൂർത്തിയാവാം, അല്ലെങ്കിൽ സ്വപരദേവത അല്ലെങ്കിൽ കുടുംബദേവതയാവാം, നാളിനെ ചേർന്നതോ ജാതകത്തിനെ ചേർന്നതോ അതുപോലെ തന്നെ സ്വമനസ്സിൽ ഉദയിക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ദേവനെ ദേവതയെ കണ്ടെത്തി അത് താന്ത്രികമോ വൈദികമോ അല്ലെങ്കിൽ ഋഷി പരമ്പരയിലൂടെ ദീക്ഷ എടുത്തുകൊണ്ട് ആ മന്ത്രത്തെ സിദ്ധി വരുത്തുക എന്നതാണ്. അത് കഴിഞ്ഞാൽ ഈ ജപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, വർഷങ്ങളോളം നീണ്ട ഒരു ക്രിയ കൂടിയാണ്. അത്രത്തോളം പരിശ്രമം വേണ്ടി വരും ഒരു മന്ത്രം സിദ്ധിക്കണം എന്ന് പറയാം. എളുപ്പത്തിൽ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. എന്നാൽ പരിശ്രമിച്ചാൽ ആവാത്തതുമല്ല. അത് കഴിഞ്ഞാൽ തപം. തപത്തിന്റെ പ്രത്യേകത തന്നെ ഇന്നർലി ബേണിംഗ് എന്നതാണ്. പഞ്ചഭൂതങ്ങളിൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അഗ്നിക്കാണ്. അഗ്നിക്രിയ, അഗ്നിസ്പർശം, അഗ്നിഹോത്രി എന്ന വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. തീയായിരിക്കുന്ന സൂര്യനെ സവിത്ര ഗായത്രി മന്ത്രത്തിലൂടെ തന്നെ ഉപാസിച്ചു വരുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. അങ്ങനെ ഇരിക്കണ ആ ചൈതന്യം, ഏത് ദേവനെയാണോ ആ മന്ത്രസിദ്ധി വരുത്തിയ ദേവന്റെ ചൈതന്യത്തെ ഉള്ളിൽ ആ ചൈതന്യ വർധനമുണ്ടാക്കുക എന്നതാണ് പ്രത്യേകത. അത് കഴിഞ്ഞാൽ ധ്യാനം. നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ എളുപ്പത്തിൽ കേൾക്കുന്ന ഒരു വാക്ക് ആണെങ്കിൽ പോലും ഈ മെഡിറ്റേഷൻ എന്നത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ലിങ്കേജ്. നമ്മൾ പറയാറുണ്ട് ടെലിപതി വർക്കാവുക എന്നതൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ആത്മാവും പരമാത്മാവിനുള്ളതായിട്ടുള്ള ചൈതന്യക്രിയയാണ്. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണന്മാരായിട്ടുള്ള ചൈതന്യങ്ങളൊക്കെ, ആ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ മാറിക്കൊണ്ട് ദിവസങ്ങളോ വർഷങ്ങളോ ഓളം ജപിക്കുന്നതായിട്ട് നമ്മൾ പുരാണങ്ങൾ വേദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അത്രത്തോളം വിശേഷമായ ഒരു കാര്യമാണ് ഈ ധ്യാനം. അത് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകതയും മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യവും എന്താണ്? വ്യക്തിയുടെ ആ മന്ത്രത്തോടുള്ള മോക്ഷം അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ മന്ത്ര ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മന്ത്രത്തെ എടുത്തുകൊണ്ട് ആ മന്ത്രസിദ്ധി വരുത്തിക്കൊണ്ട് ഉപാസിക്കുക എന്നതാണ്. അതിൽ പരദേവതയ്ക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, വിതൗട്ട് എ ബേസ് വാട്ട് യു ആർ കൺസ്ട്രക്റ്റഡ് ഇറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ, ഒരു അടിത്തരം ഇല്ലാണ്ട് എത്ര വലിയ കൊട്ടാരം പണിത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവുക. അടിത്തറ എന്നത് നമ്മുടെ ചൈതന്യ പ്രവാഹം പറഞ്ഞു വരുമ്പോൾ, ജനറ്റിക്കലി ആവട്ടെ സ്പിരിച്വലി ആവട്ടെ പറഞ്ഞു വരുന്നത് പരമ്പര അല്ലെങ്കിൽ കുലം എന്ന് പറയാറ്. കുലദേവത, കുടുംബദേവത, പരദേവത, ഇങ്ങനെയൊക്കെ ആ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞാൽ
നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവർ ഉപാസിച്ചു വന്ന ഒരു ദേവതയാണ്. ആ ദേവതയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് വേണം എന്നത് നിർബന്ധമാണ്. ജാതകപ്രകാരം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പരദേവതാ പ്രീതി വേണം, പരദേവതാ പ്രീതി ഉണ്ട് എന്നതൊക്കെയാണ്. അപ്പോൾ ഈ പരദേവതാ പ്രീതി ഉള്ളപ്പോഴാണ് ദൈവാധീനം കൂടുതൽ ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. പരദേവതയുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ മനസ്സിലാക്കുക, പരദേവത എന്ന് പറയാൻ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊരു സങ്കല്പമാണ്. അപ്പൊ അവർക്ക് നമ്മളൊരു കുട്ടിയാണ്. ആദ്യത്തെ കാര്യം നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവണം എന്നതാണ്. അവര് നമ്മളെ ഏറ്റവും വാത്സല്യത്തോടാണ്, ഒരു വിളിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവർ കാത്തിരിക്കുക. നമ്മൾ അവരെ പരിഗണിക്കാണ്ട് പോകുമ്പോഴാണ് അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മുതിർന്ന ആൾക്കാർക്ക് നമ്മളോട് തോന്നാണ് അതേ ഭാവം അവർക്ക് നമ്മളോട് തോന്നും. നമ്മൾ കാലത്ത് എണീക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യ തുടങ്ങണതും ദിനചര്യ അവസാനിക്കണ മുമ്പ് ഒരു 10 മിനിറ്റ് ഇരുന്ന് അവരെ സ്മരിക്കുക. പറ്റുവാണെങ്കിൽ നമ്മൾ ശുദ്ധമായിട്ട് ഇരുന്ന് അവരെ ഒന്ന് ജപം അല്ലെങ്കിൽ ഭജിക്കുക. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിട്ടാണ് പറയുക. ഏതെങ്കിലും ഒരു ക്രിയ തുടങ്ങണ മുമ്പേ പരദേവതയുടെ പ്രീതി ഉണ്ടായാൽ ആ ക്രിയയ്ക്ക് പൂർണ്ണത ഉണ്ടാവും എന്ന് പറയും. കുട്ടികൾക്കാണെങ്കിൽ പഠിപ്പ്, മുതിർന്നവർക്കാണെങ്കിൽ വിവാഹം, ജോലി, കുട്ടികൾ, ഗൃഹം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ എന്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് വഴിപാട് കഴിച്ചാലും, എന്ത് സൽക്കർമ്മം ചെയ്താലും, എന്ത് നന്മ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോലും പരദേവതയുടെ അനുഗ്രഹം വേണം. അതാണ് അടിത്തറ, അല്ലെങ്കിൽ അതാണ് തായ്വേര്. ആ പരദേവതയുടെ പ്രീതി ഉണ്ടായാലേ അത് ഫലിക്കുള്ളൂ. വീട്ടിൽ മുതിർന്ന സ്ത്രീകൾ ആരാണോ, അമ്മയോ മുത്തശ്ശി ആരായിക്കോട്ടെ, അവർ ദിവസം തോറും ഒരു നാണയം മാറ്റി ആ ഭഗവതിക്കോ ആ ദേവിക്കോ പരദേവതയ്ക്ക് മാറ്റിവെച്ച് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവും എന്നതാണ് പ്രത്യേകത. ആ പരദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ജാതകപ്രകാരം നമുക്കിരിക്കണ എന്തൊക്കെ നല്ല യോഗങ്ങൾ, അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി എന്തൊക്കെ മോശമായ യോഗങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദുഷ്പരിണാമങ്ങൾ ഉണ്ടാവാണ്ട് ഒരു കൈതാങ്ങ് നമുക്ക് കിട്ടാൻ വേണ്ടിയും ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്നാണ്. ആ പരദേവതയെ നമ്മൾ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും ഭക്തിയോടും ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വകാര്യങ്ങളും പൂർണ്ണമാവും എന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ അവനവൻ ഉപാസിച്ചിരിക്കണം, അല്ലെങ്കിൽ അവനവൻ സിദ്ധി വരുത്തിയ മന്ത്രത്തെ കൂടി ജപിക്കുക. ശൈവ വൈഷ്ണവത്തെ തുല്യമായിട്ട് ജപിക്കുക. അപ്പോൾ പൂർണ്ണമായ സിദ്ധിയും പ്രാപ്തിയും നമുക്കുണ്ടാവുന്നത്. എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. നമസ്തേ.